ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോഴിക്കോടുള്ള രണ്ട് ഫേമസ് ബീച്ചാണ്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ സ്വന്തം കാപ്പാട് ബീച്ച്, രണ്ടാമത്തേത് നമ്മുടെ ഫേമസ് കാലിക്കറ്റ് ബീച്ച്. അപ്പോൾ കാപ്പാട് ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരുപാട് സീഗൾസ് എല്ലാം ഉണ്ട്. അത് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നത് കാണാൻ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല വൈബുള്ള ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ കാപ്പാട് ബീച്ച്. അപ്പോൾ ഇതാ കുറച്ച് ആൾക്കാർ മീനെല്ലാം പിടിക്കാൻ പോകുന്നുണ്ട്. വലയൊക്കെ എറിയുന്ന മനോഹരമായ കാഴ്ച കാണാം. അപ്പോൾ കാപ്പാട് ബീച്ച് കൊയിലാണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അറിയാലോ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഫസ്റ്റ് വാസ്കോ ഡ ഗാമ വിസിറ്റ് ചെയ്ത്, അത് നമ്മുടെ സ്വന്തം കാലിക്കറ്റിൽ തന്നെ 1498 വാസ്കോ ഡ ഗാമ ഇവിടെ വിസിറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലീനസ്റ്റ് ബീച്ച്. ആ ഒരു ഇതും കൂടെ, ആ ഒരു പൊൻതൂവലും കൂടെ നമ്മുടെ സ്വന്തം കാപ്പാട് ബീച്ചിന് സ്വന്തമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കൃഷ്ണപരുന്ത് മരത്തിൻ്റെ മേലെ ഇരിക്കുന്നു. ലൈറ്റ് അധികം ഇല്ലാത്തതിനെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല ശരിയായിട്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞ് സീകളിന് നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. പിന്നെ ഇവിടെ മുഴുവൻ പാറക്കെട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ മീനെല്ലാം പിടിക്കുന്നുണ്ട്, വലകളെല്ലാം എറിയുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇവിടെ സാധാരണ ബീച്ചിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊന്നുമല്ല. പിന്നെ വെള്ളവും നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്. പിന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ, നമുക്ക് ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല ബെഞ്ചസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചൂടത്ത് ഇടയ്ക്ക് ബീച്ചിൽ വരുന്നതും വെള്ളത്തിൽ കാല് വെള്ളത്തിൽ നനയ്ക്കുന്നതും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലേ. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ വന്നാലോ അതല്ലെങ്കിൽ വൈകിട്ട് വന്നാലോ നമുക്ക് ചൂട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നല്ലോണം എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബീച്ചസിലൊന്നാണ് കാപ്പാട് ബീച്ച്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ബീച്ചിൽ പോകുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ വിശേഷങ്ങളാണ് എനിക്ക് കുറച്ചധികം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കാലിക്കറ്റ് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കൂ എങ്ങനെയാണുള്ളത്. ഭയങ്കര ഡേർട്ടി, കാല് വെക്കാൻ പോലും തോന്നില്ല, അത്രയും ഡേർട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഞാൻ പണ്ട് വരുമ്പം ഭയങ്കര ക്ലീനായിട്ടുള്ള ബീച്ചായിരുന്നു. അതിൻ്റെ പരിസരത്തിൽ ഫുള്ള് മറ്റേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാറ്റാടി മരങ്ങളെല്ലാം. ഇപ്പോൾ എന്തോ ഒരു പോലെ ഭയങ്കര ഡേർട്ടി. അതിന് നമുക്ക് ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഒരുപാട് ആൾക്കാർ, തീരെ സെൻസ് ഇല്ലാത്ത ഇഡിയറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഞാൻ പറയും. കാരണം ഞാനവിടെ വന്നപ്പോൾ തന്നെ കണ്ടു വലിയ ഗ്രൂപ്പ് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയായി വന്നു. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ആ ഏരിയ ഫുള്ള് വൃത്തികേടാക്കി, എല്ലാം അവിടെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത, യാതൊരു ക്ലെൻലിനെസ്സും ഇല്ലാത്ത വർഗ്ഗങ്ങളെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും മനോഹരമായ സ്ഥലം എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ ഡേർട്ടിയാക്കി വെക്കാൻ? ഞാനും എൻ്റെ ഫാമിലി പോയ ഒരു കടലാസ് പോലും ഞങ്ങൾ പുറത്തെവിടെയും ഇടാറില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും വൃത്തികെട്ട ആൾക്കാർ അവരും ഉണ്ട്. എത്ര ആൾക്കാർക്ക് മനോഹരമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങളെല്ലാവരും കൂടെ ഡേർട്ടിയാക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ഗവൺമെൻറ്റിനോടൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനത്തെ ആൾക്കാരെ എന്തായാലും നല്ലൊരു ഫൈൻ എമൗണ്ട് കൊടുക്കുക തന്നെ വേണം. ഈ സെയിം ആൾക്കാർ തന്നെയാണ് ഫോറിൻ കൺട്രീസിൽ പോയാൽ അവിടുത്തെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നതും എല്ലാം.
സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമത്തോടെയാണ് ഞാനിത് പറയുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ കളിക്കാൻ, ഫാമിലീസൊക്കെ വരുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ല സ്ഥലം ഇത്ര ഡേർട്ടിയാക്കി, ഇത്ര അധപ്പതിച്ച രീതിയിലാക്കുന്നതിന് ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾക്ക് അവാർഡ് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.